ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചീര പരിപ്പ് തോരൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നോമ്പ് സമയമൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. ഒത്തിരി പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ചീര തോരൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് പച്ച ചീര വെച്ച് ഉള്ള തോരനാണ്. ഇത് കുറച്ച് വ്യത്യാസമായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ചുവപ്പ് ചീരയും പരിപ്പും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ഹെൽത്തി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമുക്ക് സാമ്പാർ, രസം, മോരുചാറ് ഇവയിലൂടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ചീരത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയ കെട്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ടെറസ് ഗാർഡനിലുണ്ടായ നല്ല ഫ്രഷ് ചീരയാണ്. ഇപ്പോൾ ചുവപ്പ് കളറിൽ ചീരയില്ലെങ്കിൽ പച്ച കളറിൽ ചീരയായാലും കുഴപ്പമൊന്നുമില്ല. ഈ ചീര നല്ലതുപോലെ കഴുകി വെള്ളം കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. തോരന് ആവശ്യമായ പരിപ്പൊന്ന് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് തുവരപ്പരിപ്പ് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം പാകത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ചേർത്തൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പരിപ്പ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെന്തുടഞ്ഞു പോകരുത്. നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് കൂടുതൽ വെന്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ പാനിൽ വെച്ച് വേവിക്കാൻ പറഞ്ഞത്. ചീര ഇവിടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീര നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. പരിപ്പ് ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വെന്തുടഞ്ഞു പോയിട്ടില്ല. നമുക്ക് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം വെന്തിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ഉടഞ്ഞു പോയിട്ടുമില്ല. ഈ പാകത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ തോരൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും പരിപ്പ് കുഴഞ്ഞു പോകാതെ ഇരിക്കുകയുള്ളൂ. നല്ല പാകത്തിനുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ കൂടുതൽ ഉടഞ്ഞു പോകരുത്. വേവിച്ച സമയത്ത് നമ്മൾ പരിപ്പിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് വേവിച്ചത്. തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങ നമ്മൾ ചതച്ചെടുത്താൽ മതി. ബാക്കി തേങ്ങ നമുക്ക് അതുപോലെ തന്നെ തോരനിലേക്ക് ഇടാം. ഇതിലേക്ക് 3 അല്ലി ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് പതുക്കെ ചതച്ചെടുക്കണം. കൂടുതൽ അരഞ്ഞു പോയത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. തേങ്ങ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. തോരന് തേങ്ങ ചതച്ചെടുക്കുമ്പോഴത്തേക്കും തേങ്ങ കൂടുതൽ അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തോരന് അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ആദ്യം കുറച്ച് തേങ്ങ ചതച്ചെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള തേങ്ങയിലേക്ക് കൂട്ടി കൊടുത്താൽ മതി. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാരണ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരി ഇട്ട് പൊട്ടിക്കണം. അരി നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഏതരി വേണമെങ്കിലും നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. അരി ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അരി നല്ലതുപോലെ മൂത്ത് ഒന്ന് പൊട്ടി ഒരു മലര് പോലെ വരണം. അരി പാകത്തിന് മൂത്ത് വന്നില്ലെങ്കിൽ നമ്മൾ കടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു ചീരത്തോരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനിതുപോലെ അരി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേരോട് ഡൗട്ട് ചോദിച്ച് അരി എന്തിനാ ചേച്ചി ഇങ്ങനെ പൊട്ടിക്കുന്നതെന്ന്. അരി ഇതുപോലെ പൊട്ടിച്ച് ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് തോരന്. ഇപ്പോൾ അരി മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതിട്ട് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞുകൊണ്ട് ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് സവാള ചോപ്പ് ചെയ്തത് വേണമെങ്കിലും ചേർക്കാം. അല്ല നിങ്ങൾ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് തോരന് കൂടുതൽ ടേസ്റ്റ്. ഉള്ളിയെല്ലാം മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടി ചേർത്ത് കൊടുക്കാം. ചീര ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ചീരയെല്ലാം ഒന്ന് ചുരുങ്ങി വരും. ഇനി ചീര പാൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയതിന് ശേഷം അതിൻ്റെ നടുവിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ മിക്സ് ചേർത്ത് കൊടുക്കണം. ഇനി തേങ്ങാ മിക്സിൻ്റെ പുറത്തേക്ക് നമുക്ക് ചീര ഇതുപോലെ ഇട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് പതുക്കി പൊത്തി വെച്ച് കൊടുക്കണം. ഇനി പാനൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോൾ പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്.
അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. പരിപ്പിൽ ഉപ്പ് ചേർത്ത് വേവിച്ചത് കാരണം ഞാൻ ചീരയിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം നിങ്ങൾ ചേർത്ത് കൊടുക്കാം. തോരൻ കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. 3 മിനിറ്റിന് ശേഷം പാൻ ഒന്ന് തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉപ്പെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായി നമ്മുടെ ചീര പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സാമ്പാർ, രസം, മോരുകറി ഇവയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്